ഇന്ന് കഥ കേൾക്കാൻ നീ റെഡിയാണോ? അതെ, ഇന്ന് ഏത് കഥയാണെങ്കിൽ പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കഥയാണ്. ബിസ്മില്ലാ, ദ സ്റ്റോറി ഓഫ് ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്ന് പ്രവാചകന് ക്ഷീണം തോന്നിയത് കാരണം ഒരു പുതപ്പെടുത്ത് പുതപ്പിക്കാൻ അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഒരു പുതപ്പെടുത്ത് അദ്ദേഹത്തെ പുതപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ ഹസ്സൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. അവർക്ക് സലാം പറഞ്ഞു. അപ്പോൾ പ്രവാചകന്റെ ദേഹത്തു നിന്നുള്ള സുഗന്ധം ഹസ്സൻ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. ഹസ്സൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ നടന്നുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ പുതപ്പിനടിയിൽ അങ്ങയോടൊപ്പം കിടക്കാൻ എന്നെ കൂടി അനുവദിക്കുമോ? നിനക്കുമേലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ മോനെ. എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു, പ്രവാചകൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഹസ്സൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ പുതപ്പിനടിയിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു മകൻ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മാതാവിനോട് ചോദിച്ചു, എൻ്റെ പിതാമഹന്റെ സുഗന്ധം ഞാൻ അറിയുന്നു, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, അവർ മറുപടി പറഞ്ഞു. നിന്റെ പിതാമഹനും നിന്റെ സഹോദരനും ആ പുതപ്പിനടിയിലുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ നടന്നുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്നെ കൂടെ അങ്ങയുടെ പുതപ്പിനടിയിൽ ഇരിക്കാൻ അനുവദിക്കുമോ? നിനക്ക് മേലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മോനെ. എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും പുതപ്പിനടിയിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, ഇവിടെ നല്ല സുഗന്ധമുണ്ട്. ഈ സുഗന്ധം എൻ്റെ ബന്ധുവും സഹോദരനുമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതാണ്. അതെ, അദ്ദേഹം അങ്ങയുടെ 2 പുത്രന്മാരോടൊപ്പം ആ പുതപ്പിനടിയിലുണ്ട്, അവർ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്നെ കൂടെ അങ്ങയുടെ പുതപ്പിനടിയിൽ ഇരിക്കാൻ അനുവദിക്കുമോ? നിനക്ക് മേലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്റെ കൂടെ ഇരിക്കാൻ ഞാൻ നിന്നെയും അനുവദിച്ചിരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവും പ്രവാചകനോടൊപ്പം ആ പുതപ്പിനടിയിലിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം അങ്ങയുടെ മേലുണ്ടാകട്ടെ. എന്നെ കൂടെ ആ പുതപ്പിനടിയിലിരിക്കാൻ അനുവദിക്കുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അള്ളാഹു നിന്നെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ മോളെ, പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും പുതപ്പിനടിയിൽ അവരോടൊപ്പം ഇരുന്നു. എല്ലാവരും കൂടി ആ പുതപ്പിനടിയിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ തന്റെ കൈകൾ കൊണ്ട് പുതപ്പ് പൊക്കിപ്പിടിച്ചു. എന്നിട്ട് വലത് കൈ ആകാശത്തിന് നേരെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓ അള്ളാഹുവേ, ഇതെന്റെ കുടുംബമാണ്, അഹ്ലുൽ ബൈത്ത്. അവരെന്റെ മാംസവും രക്തവുമാകുന്നു. ആരെങ്കിലും അവരെ വിഷമിപ്പിച്ചാൽ അതെനിക്ക് വിഷമമാകും. അവർ എന്നിൽ നിന്നുള്ളതും ഞാൻ അവരിൽ നിന്നുള്ളതുമാണ്. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും അവർക്ക് മേലും എനിക്ക് മേലും ചൊരിയണമേ. എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുകയും പരിശുദ്ധരായി കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. അപ്പോൾ അള്ളാഹു മലക്കിനോട് പറഞ്ഞു, അവൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് 5 പേരോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ 5 പേരാണ് ആ പുതപ്പിനടിയിൽ ഇരിക്കുന്നത്. ആ പുതപ്പിനടിയിൽ ആരാണെന്ന് മലക്ക് അള്ളാഹുവിനോട് ചോദിച്ചു. അത് എൻ്റെ പ്രിയപ്പെട്ട റസൂലും കുടുംബവുമാണെന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അയച്ചു. പ്രവാചകന്റെ അനുവാദത്തോടുകൂടി മലക്കും പുതപ്പിനടിയിൽ പ്രവേശിച്ചു. മലക്ക് അള്ളാഹു പറഞ്ഞത് അവരോട് പറയുകയും അഹ്ലുൽ ബൈത്തിനെ പുകഴ്ത്തിക്കൊണ്ട് ആയത്തുൽ തഹ്തീർ പാരായണം ചെയ്യുകയും ചെയ്തു. ഹദീസെ കിസ്സ ധാരാളം നേട്ടങ്ങൾ നൽകുന്നുണ്ട്. ഒരാളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അവന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും. പ്രവാചകനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഫാത്തിമ ബീവി എന്ന് ഹദീസെ കിസ്സ പറയുന്നു. അവർ പരിശുദ്ധിയുടെ കേന്ദ്രമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഹദീസുകൾ പാരായണം ചെയ്യേണ്ടതാണ്. ഒരു ദിവസം സമ്പന്നനായ ഒരു യഹൂദൻ തൻ്റെ മകളുടെ വിവാഹത്തിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ക്ഷണിക്കാനായി പ്രവാചകന്റെ വീട്ടിലെത്തി. തൻ്റെ മകളോട് ചോദിച്ചിട്ട് അറിയിക്കാമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. അവർ ക്ഷണിക്കാൻ വന്നതിനെക്കുറിച്ച് പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കട്ടെ എന്ന്
അവർ പറഞ്ഞു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു അനുവാദം നൽകിയപ്പോൾ വിവാഹത്തിന് പോകാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു. എന്നാൽ ആ യഹൂദൻ നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അവരെ ക്ഷണിച്ചിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹത്തിന് വരുമ്പോൾ ദരിദ്രാവസ്ഥയെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പരിഹസിക്കാനായിരുന്നു അയാൾ അവരെ ക്ഷണിച്ചിരുന്നത്. കല്യാണത്തിന്റെ ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് കല്യാണ വീട്ടിലെത്തി. അവരെ കണ്ടപ്പോൾ ആളുകളിൽ ചിലർ അബോധാവസ്ഥയിൽ വീണു. കല്യാണ പെണ്ണ് പോലും അബോധാവസ്ഥയിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കയക്കപ്പെട്ടതായിരുന്നു ആ വസ്ത്രം. അവളെ ഉണർത്താൻ കഴിയാതെ ആളുകൾ വിഷമിച്ചു. അവളുടെ മാതാവ് സഹായത്തിനായി ഫാത്തിമ ബീവിയോട് അപേക്ഷിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണ പെണ്ണ് കണ്ണു തുറന്ന് ഫാത്തിമ ബീവിയെ നോക്കി. അവൾ എല്ലാവരോടുമായി പറഞ്ഞു, ഇവരുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് അവൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉരുവിട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ അത്ഭുതത്തിന് സാക്ഷികളായ മറ്റു ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ലളിതമായ വേഷം ധരിക്കുകയും ലളിതമായ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അവർ മണിക്കൂറുകളോളം അടുക്കളയിലും മറ്റും ജോലി ചെയ്യുന്നത് അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവർ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് പരാതി പറഞ്ഞിരുന്നില്ല. അവർ ഇതുവരെ ഒന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഫാത്തിമ ബീവി സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ ആദ്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ ഒരു മാതള നാരങ്ങ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ഒടുവിൽ തൻ്റെ ഭാര്യ തന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കടയിൽ പോയി മാതള നാരങ്ങ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കടയിൽ മാതള നാരങ്ങ സ്റ്റോക്കില്ലായിരുന്നു. ആ സീസണിൽ മാതളം ഉണ്ടാകില്ലെന്ന് കടക്കാരൻ പറഞ്ഞു. അദ്ദേഹം ധാരാളം കടകൾ കയറിയിറങ്ങി. നിരാശയായിരുന്നു ഫലം. മാതളത്തിനു വേണ്ടി ധാരാളം കടകൾ അദ്ദേഹം കയറിയിറങ്ങിയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരെണ്ണം കിട്ടി. ആ മാതളവുമായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരു ഞരക്കം കേട്ടു. അത് ആരാണ് ശബ്ദമുണ്ടാക്കിയതെന്ന് അദ്ദേഹം നോക്കി. ഒരു യാചകൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ അയാൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അദ്ദേഹം ആ ഭിക്ഷക്കാരനോട് ചോദിച്ചു. എനിക്ക് കുറേ ദിവസമായി സുഖമില്ലാതിരിക്കുകയാണ്. അത് കാരണം എൻ്റെ വായ വരണ്ടിരിക്കുകയാണ്. എനിക്കൊരു മാതളം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അലി റളിയല്ലാഹു അൻഹു അമ്പരന്നു. അദ്ദേഹത്തിന് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇഷ്ടമായിരുന്നു. ഭിക്ഷക്കാരൻ ചോദിച്ചത് എളുപ്പത്തിൽ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തോട് ഒരാഗ്രഹം പറഞ്ഞത്. ഞാൻ എന്തു ചെയ്യും? അദ്ദേഹം ചിന്തിച്ചു. അവസാനം അദ്ദേഹം ആ മാതളം 2 മുറിച്ച് ഒരു ഭാഗം ഭിക്ഷക്കാരന് കൊടുത്തു. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. അദ്ദേഹം വഴിയിൽ വീണ്ടും മറ്റൊരു യാചകനെ കണ്ടു. ബാക്കി വന്ന മാതളം ആ ഭിക്ഷക്കാരനും നൽകി. അദ്ദേഹം വളരെ വിഷമത്തോടെ ഒഴിഞ്ഞ കൈയുമായി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരു കുട്ട നിറയെ മാതളവുമായി വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഇപ്പോൾ വാതിലിൽ വന്ന് ആരോ തട്ടി വിളിച്ചു. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഈ കൊട്ട നിറയെ മാതളമാണ് കണ്ടത്. ഇതെനിക്ക് എത്തിച്ചു തന്നതിന് നന്ദിയുണ്ട്. ഇത് കേട്ടപ്പോൾ ആ പഴങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന സത്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് നല്ല കഥയായിരുന്നു. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമായി. ഫാത്തിമ ബീവിയെ കുറിച്ച് ഇനിയും ധാരാളം കഥകളുണ്ടോ എങ്കിൽ? ഫാത്തിമ ബീവിയുടെ രസകരങ്ങളായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോഴേ എനിക്ക് പോകാനുള്ള സമയമായി. ഗുഡ് ബൈ. ഗുഡ് ബൈ.